പ്രഖ്യാപനം മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്ന അപൂർവം ചില സിനിമകളുണ്ട്. അക്കൂട്ടത്തിലൊന്നായിരുന്നു ബബബ. ദിലീപ് മോഹൻലാൽ കോംബോ എന്നത് ആയിരുന്നു ഇതിന് പ്രധാന കാരണം. ഓരോ അവസരത്തിലും പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ സിനിമാസ്വാദകരും ആരാധകരും ആഘോഷമാക്കി മാറ്റി. കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ ഡിസംബർ 18 ആയിരുന്നു ബബബ തിയേറ്ററുകളിൽ എത്തിയത്. വൻ ഹൈപ്പിലാണ് സിനിമ റിലീസ് ചെയ്തതെങ്കിലും സമ്മിശ്ര പ്രതികരണം കൊണ്ട് പടത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു. നിലവിൽ സിനിമ തിയേറ്ററുകളിൽ തുടരുന്നതിനിടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ്. ട്രാക്കിംഗ് സൈറ്റായ സാക്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 45.7 കോടിയാണ് ആഗോളതലത്തിൽ ബബബ നേടിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് 17 ദിവസം വരെയുള്ള കണക്കാണിത്. ആദ്യദിനം ആഗോളതലത്തിൽ 15 കോടി രൂപ നേടിയ ചിത്രത്തിന് 17-ാം ദിവസം 8 ലക്ഷം രൂപ മാത്രമാണ് നേടാനായത്. ഇന്ത്യൻ നെറ്റ് 23.43 കോടി, ഗ്രോസ് 27.6 കോടി, ഓവർസീസ് 18.1 കോടി എന്നിങ്ങനെയാണ് ബബബയുടെ കളക്ഷൻ കണക്ക്. അതേസമയം, സിനിമയുടെ OTT റിലീസ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സോഷ്യലിടത്ത് പ്രചരിക്കുന്നുണ്ട്. ചിത്രം ജനുവരിയിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രചരണം. ഒപ്പം ജിയോ ഹോട്ട്സ്റ്റാറിനാകും സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുകയെന്നും അഭ്യൂഹമുണ്ട്. എന്നാൽ നിലവിലെ വിവരപ്രകാരം ബബബയുടെ OTT റൈറ്റ്സ് വിറ്റുപോയിട്ടില്ല. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് ബബബ. ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ് എന്നിവരാണ് തിരക്കഥ ഒരുക്കിയത്. സിദ്ധാർത്ഥ് ഭരതൻ, ബൈജു സന്തോഷ്, ബാലു വർഗീസ്, സലിം കുമാർ, അശോകൻ, ദേവൻ, റിയാസ് ഖാൻ തുടങ്ങി നിരവധി താരങ്ങള് ചിത്രത്തില് വേഷമിട്ടു.